നേരത്തെ നീച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാട്ടോ. ഭയങ്കര കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ചീവിടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഭയങ്കര രസം. ഒരു കട്ടൻ ചായയൊക്കെ വെച്ച് ഇവിടെ വന്നിങ്ങനെ നിന്ന് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. സിംബ ഷൊർണേ അവരെ വിളിക്കാൻ കാത്തിരിക്കുക വിളിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കിച്ചണിൽ പോവാട്ടോ. ഓക്കെ. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് ഉസ്താമാർക്ക് ചിലവാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കുട്ടി വ്ളോഗ് എടുക്കുക. നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തയക്കുന്നുണ്ട്. വലിയ വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് 6 മാസം കൂടുമ്പോഴാണ് ഉസ്താമാർക്ക് ചിലവ് വരുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് കൊടുത്തയക്കുന്നതെന്ന് കാണാം കേട്ടോ. ഓക്കെ, ബായോ. അപ്പോൾ ഒന്ന് നേരത്തെ നീച്ചിട്ടുണ്ട്. രാവിലെ നേരത്തെ ഉസ്താമാർക്ക് കൊടുത്തയക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് കാണാം. ഓക്കെ. കുറേ ആയി ഇങ്ങനെ വിചാരിക്കുന്നു വ്ളോഗ് എടുക്കണമെന്ന്. പിന്നെ അങ്ങനെ മടിച്ചിട്ടിരിക്കും. അപ്പോൾ വിചാരിച്ചു ഇപ്പോൾ ഏതായാലും കിടക്കട്ടെ വിചാരിച്ചു. ഓക്കെ. ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം. കുറച്ച് ക്ലിയർ കുറവായിരിക്കും കേട്ടോ. ഇതിപ്പോൾ എന്താ രാവിലെ തന്നെ കാരണം കൊണ്ട് ലൈറ്റ് ഇട്ട് കുറച്ച് വെളിച്ചുണ്ടാവും. ഇതാണ് ശരിക്കും യഥാർത്ഥ രൂപ. പേടിക്കേണ്ട വരും. തേങ്ങ ഉടക്കട്ടെ കേട്ടോ. വെയിറ്റ്. തേങ്ങ വെള്ളം വേണം, അത് ഞാൻ എപ്പോഴും കുടിക്കും. ഓക്കെ. ആൾക്കാരും വേണോ? കുടിക്കുക കാണണ്ട. മധുരം കുറവാ, കുഴപ്പമില്ല. പുട്ടിലിക്ക് വേണം, കടലക്കറിയിലേക്ക് വേണം, ചട്ടിനിക്ക് വേണം, ചമ്മന്തിക്ക് വേണം. അപ്പോൾ തേങ്ങ ഒരുപാട് ചിലവുണ്ട് ഗൈസ്. നമ്മളെന്തൊക്കെയാണ് കൊടുത്തയക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ. രാവിലെ തന്നെ കഷ്ടപ്പെടുക. ആദ്യം കാണുണ്ടത് വല്ലതും. ഇത്ര മതി കേട്ടോ. ശരിക്ക് വെച്ചിട്ടുണ്ട്. ഇതാക്കി വയ്ക്കില്ല. പിന്നെതാ തേങ്ങ കൂട്ടിയിട്ടുണ്ട് കറിയിൽ. ഗ്രീൻ പീസ് എടുക്കുമ്പോൾ ഇനി മിക്സി പരിവായി. അത് പതിവാണ്. മോയിക്കാനെ കണ്ട? മോയിക്കാനെ മോയിക്ക കണ്ട ഗൈസ്. ക്യാരറ്റ് പുട്ടിലേക്കാണ് കേട്ടോ. ഇതെന്താ ഈ ക്യാരറ്റ് ഇങ്ങനെ? നോക്ക്, ഒരു പ്രത്യേകത. അടുത്ത ക്യാരറ്റ് നോക്ക്. ഞാൻ കുഞ്ഞ ക്യാരറ്റ് എടുത്താണ് കേട്ടോ. വലുപ്പമുള്ള കാട് വെച്ചു. ഇതെന്താ? അത് കോഴിയുടെ കാലോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പം ക്യാരറ്റ് പുട്ട് എന്താ നമ്മളെ സ്ലൈസ് ചെയ്യട്ടെ കേട്ടോ. ക്യാരറ്റൊക്കെ നന്നായി നൈസായി ഇതാ ചീവി വെച്ചിട്ടുണ്ട്. കുറച്ച് ക്ലിയർ കുറവായിരിക്കൂടെ എന്ന് പറയാം. പുറത്ത് നമ്മൾ മൊത്തം ചെടികൾ വെച്ച് പിടിപ്പിക്കുക കാരണം കൊണ്ട് കിച്ചണിൽ കുറച്ച് വെളിച്ചം കുറവാണ്. കണ്ടോ? ഇതാ സിംബ എവിടെ കയറിയിരിക്കണ്? സിംബ ഓയ്, എവിടെ കയറിയിരിക്കണടാ? വേറെ അവിടെ നിങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ലേ? നന്നായി. സത്യമായിട്ട് അതിനെ കാണാൻ വേണ്ടി വീഡിയോ എടുത്തല്ല കേട്ടോ. ഞാനിത് കാണിക്കാൻ വേണ്ടി. പക്ഷെ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വെളിച്ചം പോലുണ്ട്. പക്ഷെ സത്യമായിട്ട് വെളിച്ചമില്ല. ഓക്കേ. അപ്പം എന്താ എന്നറിയോ? ഏത് നേരെ എന്നെ കാണണം. അപ്പം ഞാൻ ഇവിടെ പണിയ കാലം കൊണ്ട് പിടിച്ച് പുറത്താക്കി. അപ്പം അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കി. എൻ്റെ ചുന്തരി പെണ്ണാണ് ചിമ്പ. ഓയ് സിംബ. നമ്മൾ പുട്ടുപൊടിയൊക്കെ ഇട്ടു. ഇനി നമുക്ക് എന്താ വേണ്ട? ഉപ്പ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറയണ്ട. ആയിക്കോട്ടെ, ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ ജസ്റ്റ് എടുത്തു നോക്കാം. ഓക്കേ. നമ്മൾ എന്ത് ചെയ്യണം? എന്താ ക്യാരറ്റ് കൊടുക്ക കാണിക്കില്ല കേട്ടോ. ക്യാരറ്റ് മൊത്തത്തിൽ കൊട്ടണം. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യണം? എന്താ തേങ്ങ കുറച്ച് കിട്ടോ.
കുറച്ചിട്ടാൽ മതി, അധികം വേണ്ട ഒരു ടേസ്റ്റിന്. അപ്പോൾ നമ്മളിത് എന്തൊക്കെ ഇട്ട്, ക്യാരറ്റ് ഇട്ടു, തേങ്ങ ഇട്ടു, ഉപ്പിട്ടു, ഇത് നമ്മൾ തേങ്ങ വെള്ളം. അപ്പം ഞാൻ കുടിച്ചില്ലേ ചോദിക്കണ്ട, 2 തേങ്ങയുടെ കുടിച്ചിരുന്നു, 1 ഗ്ലാസ് കുടിച്ച് 1 ഗ്ലാസ് വെച്ചു. അപ്പം ഇതുകൊണ്ട് വേണം നമ്മളിങ്ങനെ കുഴച്ച് പുട്ട് കുഴപ്പമില്ലാ നോക്കണം. കുറച്ചേ വേണ്ടു കേട്ടോ, മറ്റേ ക്യാരറ്റിനും തേങ്ങയുടെ ഒക്കെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് മതിയേ, അധികം ഒഴിച്ച് കൊളാക്കരുത് ആരും. ക്യാരറ്റിൽ നമ്മൾ ക്യാരറ്റ് ഇതാക്കി വെച്ച കാലം കൊണ്ട് നമ്മൾ പിന്നെ വല്ലാതെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് വേഗം ഡ്രൈ ആവും, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. രാവിലെ തന്നെ എന്താ മോന്ത എങ്ങനെ ചലിക്കണ്ട. ക്യാരറ്റ് കൂട്ടിലേക്കുള്ളതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് തേങ്ങ അരച്ച മിക്സി തന്നെയാണ് നമ്മൾ കറിയിലേക്ക് ഒഴിക്കും. കുറച്ച് കുറുക്കം കിട്ടും. കുറേ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ ഒരു ഇത് വരും, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ലേശം എടുത്തത് മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറുക്കം കിട്ടുകയും ചെയ്യും. ഓക്കെ. തേങ്ങ അല്ല കേട്ടോ, ഗ്രീൻ പീസ് അരച്ചാണ് ഇനി നമ്മളെ കറിക്ക് ഒഴിക്കണം. അപ്പോൾ കുറച്ച് നല്ല കുറുക്കം കിട്ടുകയും ചെയ്യും, തേങ്ങയുടെ ഓവർ കുത്തുണ്ടാവും. കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതൊക്കെ ഒഴിച്ച് കറിയൊക്കെ ഇതാക്കി വെച്ചു കേട്ടോ. അതൊന്നും അങ്ങനത്തെ കളർ. നമ്മൾ ക്യാരറ്റ് പുട്ടിനുള്ള കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച്, അപ്പോൾ ഈ ക്യാരറ്റ് പുട്ടിന് നമുക്ക് ചിരട്ടയിലാക്കണ്ടേ, അത് ചെയ്യാം കേട്ടോ. വെയിറ്റ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏൽപ്പിക്കുക ചെയ്തു, പക്ഷെ ഇപ്രാവശ്യം ഞാൻ ആ താത്താൻ്റെ വിളിച്ച് പറയുകയും ചെയ്തു കേട്ടോ, ഏൽപ്പിക്കുകയാണെന്ന്. പിന്നെ നോക്കുമ്പോൾ ശരി ഒരു വ്ളോഗ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ താത്ത എന്ത് വിചാരിക്കുക എന്താ അറിയാം. അപ്പോൾ സെറ്റാക്കി വെച്ചതായിരുന്നു. പിന്നെ എന്നാൽ ശരി ഒരു വ്ളോഗാവും ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഭാവത്തിൽ സുഖമായി കിടന്നുറങ്ങി. ഇയാളെയാണ് ഞാൻ PG വിളിച്ചത്, ഒന്ന് ആയ ഹെൽപ്പ് ചെയ്യാനെന്ന്. ഈ പുള്ളിക്കാരിനെ കണ്ടിട്ട് ഹെൽപ്പ് ചെയ്ത് ഞാൻ ഇന്ന് ഉസ്താദ്മാർക്ക് നമ്മൾ ഫുഡ് കൊടുക്കില്ല. രാവിലെ കഴിഞ്ഞ് നല്ല സൂപ്പറാണ് കാണാനുണ്ടോ, കണ്ടോ. നമ്മളെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ തേക്കും തൊടിയാണെന്ന് കാണുന്നുണ്ടോ. ഭയങ്കര രസമാണ്. മഴക്കാലമൊക്കെ എന്ത് രസമാണെന്നറിയോ. പൊളിച്ചില്ല കായ്. മാവൊക്കെ അരച്ച് ഇന്നലെ വെച്ചാൽ നന്നായി പൊന്തിയുണ്ട്. ഓ ഇങ്ങനെയുണ്ട്. ഇഡ്ലിക്കുള്ള മാവാണ് കേട്ടോ. ഓക്കെ. ഒന്ന് നന്നായി ഇളക്കട്ടെ. ക്യാരറ്റ് പുട്ട് ആവി വന്നു. കൈ നല്ല ചൂടോടാവി പറക്കണ ക്യാരറ്റ് പുട്ട് ഗൈസ്. പക്ഷെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ വാഴയുടെ ഇല പറിക്കണം കേട്ടോ, പുട്ട് ഇടാൻ വേണ്ടിയിട്ട്. വാഴ തെറ്റിപ്പോയി രാവിലെ തന്നെ. എന്താ അപ്പോൾ നമ്മൾ ഇല മുറിക്കട്ടെ കേട്ടോ. ഇവിടെ നല്ല ഇല ഒന്നും ഇല്ലേ, നമ്മൾ കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. നമ്മളെ മാവ് താഴത്തേക്ക് കാണിക്കില്ല, ഭയങ്കര കച്ചവക്കലാണ്. ഇതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ, ചേമ്പിന് തണ്ടൊക്കെ. ഓക്കെ. പൂളക്കിഴങ്ങിട്ടിട്ട് ചേമ്പിൻ തണ്ട് വെച്ചാണ്ടല്ലോ. ഓ ഇതിൻ്റെ ഇലയുടെ വലിപ്പം കണ്ട് എന്നെക്കാളും വലിപ്പമുണ്ട്, തടിയൻ. നമുക്ക് ഇവിടെ നിന്ന് ഇതൊന്ന് വീഴാറായി കിടക്കട്ടെ. അപ്പോൾ ഇതൊന്ന് മുറിക്കാം. ഓക്കെ. ഒരു കൈയായ കാര്യം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, മുറിക്കലൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ തന്നെ ക്യാമറ പിടിക്കുകയും വേണം, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുകയും വേണം. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തോ. എൻ്റെ ബുദ്ധിനെ ബക്കറ്റിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ ഇതാ വാഴ ഇത് കഴുകണം കേട്ടോ, ഫ്രഷായിട്ട്. ഇതെന്താണെന്നറിയോ, എന്താ പറയുക, ജാതിയോ എന്തോന്ന്. ജാതിയല്ല, നമ്മൾ ബിരിയാണിയിലെ പട്ടയുടെ ഉള്ളത്. ഇതിൻ്റെ മണി പ്ലാന്റ് നോക്കി എന്താ ഒരു വലിപ്പം വന്നിരിക്കുന്നത് നോക്ക്, ഭയങ്കര വലിപ്പം വന്നിരിക്കുന്നു. വലിയ ലീഫായിരിക്കും. നമ്മളോട് ചാമ്പങ്ങ ഉണ്ടായിരിക്കണുണ്ടോ, കണ്ടോ അതൊക്കെ ഉള്ളിൽ ചോന്ന് തുടുത്തിട്ട് കണ്ട്. ചാമ്പങ്ങ കുറേ ഉണ്ടായിട്ടോ, എന്താ ചെയ്യുക. നമ്മളോടെ മുന്തിരി ഉണ്ടായിരിക്കണ കണ്ടോ, കുറേ ഉണ്ടായിട്ടോ. കൊലേന്ന് മുന്തിരി ഉണ്ടായി. എന്തോരം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല. ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കുഞ്ഞതാണ് കേട്ടോ, ചെറിയൊരു കമ്പെന്നാണ്. നമ്മൾ അയൽവക്കത്തെ കുട്ടി കറിവേപ്പില പറിക്കാൻ വേണ്ടി വന്നാണ്ടോ, രാവിലെ തന്നെ സൈക്കിൾ ഓടിച്ച് കൊണ്ടുവരിക. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. മരം 2 കറിവേപ്പില വാഴയിലൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് എടുക്കട്ടെ, ക്യാരറ്റ് പുട്ട് എടുക്കട്ടെ. ഓക്കെ. എങ്ങനെ ഇത് ഗൈസ്, ആവി പറക്കുന്ന പുട്ട്. ഓക്കെ.
പാന് മാറ്റിയിട്ടോ. അപ്പോൾ നമ്മൾ തട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, തട്ടുദോശയ്ക്ക് വല്ലാതെ വലിപ്പം പാടില്ല കേട്ടോ. എന്നിട്ട് നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുക, നല്ല മുരിയിപ്പിച്ചിട്ട്. ഓക്കെ, വല്ലാതെ മറ്റേ ദോശ നമ്മൾ നല്ല ഭയങ്കര വലിപ്പത്തിൽ ഉണ്ടാക്കുക. തട്ടുദോശ ആകുമ്പോൾ വല്ലാതെ വലിപ്പം പാടില്ല. തട്ടുദോശ കേട്ടോ. ഓക്കെ, ഒരടുപ്പിൽ ആവി പറക്കണ ദോശ, ഒരെണ്ണത്തിൽ ആവി പറക്കണ പുട്ട്. ഒരു കാക്ക ഉണ്ട് കേട്ടോ, ഒരു സ്വൈര്യവും തരില്ല. തിന്നാൻ കിട്ടാത്ത കാരണം കൊണ്ട് കടന്ന് കണ്ടോ, ഇതന്നെ അവസ്ഥ. കിട്ടിയില്ലേ തുടങ്ങും കാ 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 പറഞ്ഞ് വെറുപ്പിക്കൽ. കൊടുത്തു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും. ആവി പറക്കുന്ന ക്യാരറ്റ് പുട്ട് എങ്ങനെയുണ്ട്? കാണാൻ ഗ്ലാമർ ഉണ്ട്. ഗ്ലാമർ മാത്രമല്ല, കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ദോശ, പുട്ട്, ക്യാരറ്റ് പുട്ട് എനിക്ക് മുബിയാണ് ഉണ്ടാക്കാൻ പറഞ്ഞത് കേട്ടോ. എനിക്ക് ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കാൻ അറിയില്ല. മുബിയാണ് എനിക്ക് പുട്ട് ഉണ്ടാക്കണത് പറഞ്ഞു തന്നത്. പിന്നെ ക്യാരറ്റ് പുട്ട് ഇതൊക്കെ ഇങ്ങനെയെന്ന് പറയുന്നത് തട്ടുദോശ കുറച്ചിങ്ങനെ മൊരിഞ്ഞിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് അത് ഇങ്ങനെ. കരിഞ്ഞു എന്ന് ആരും പറയും. ഉണ്ടാക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ ദോശ കറി ചട്നി ഇതൊക്കെ സെറ്റായി. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കണം. അങ്ങനെ രാവിലത്തെ കൊടുത്തയച്ചു ഗൈസ്. ഇനിയിപ്പോൾ എന്തൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുക? രാവിലത്തെ അങ്ങനെ കഴിഞ്ഞു. മുസ്താദിൻ്റെ ഒരു ഫുഡ് കൊടുത്തയച്ചു. ഈ ഉച്ചക്കിലേക്ക് എന്തൊക്കെയാണെന്ന് നോക്കണം. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. പൊരിഞ്ഞ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. സാവധാനമൊക്കെ തന്നെ ചെയ്തത്. എന്നാലും നമുക്കൊരു വെപ്രാളാണ്. നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കണ പോലെ അല്ലല്ലോ. ഞാൻ പോയി ചായ കുടിക്കട്ടെ. എൻ്റെ ഫേവറേറ്റ് പുട്ടാണ് പുട്ട്. നല്ല കാറ്റ് ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ ഷാലളകും പറയുന്നില്ല. ഫാനൊന്നുമില്ല കേട്ടോ, സിറ്റ് ഔട്ടിൽ ഫാനൊന്നുമില്ല. നല്ല കാറ്റ്, നല്ല സുഖം. പാറയ്ക്കുള്ള കഷ്ണങ്ങളൊക്കെ നിരക്കി വെച്ചിട്ടുണ്ട്. ഇനി മുരിങ്ങക്കായൊക്കെ നിരക്കണ്ട, മറന്നു. മോന്ത കണ്ണ് ചെടി ഒന്നാകെ പറിച്ചിട്ട് നിൽക്കുക അസിൻ. മാന്തള പൊരിച്ചത് ഉസ്താദ്മാർക്കുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് അച്ചാർ, നാരങ്ങ അച്ചാർ വീട്ടിലുണ്ടാക്കിയതാണ്. ഇത് ചീനിമുളക് ചമ്മന്തി. പിന്നെ ഇത് വറുത്തരച്ച സാമ്പാർ. ഇത് നമ്മുടെ ചീരപ്പേരി, ഇത് മേടിച്ചാണ് കേട്ടോ. ഇത് പയറുപ്പേരി. പിന്നെ മുളക് പൊരിച്ചത്. ഇനി പപ്പടം ഉണ്ടത് പൊരിച്ചിട്ടില്ല. അപ്പോഴേക്കും ഉസ്താദ് വന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ്. ചിമ്പേ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. പക്ഷെ പുള്ളി എവിടെ പോയി കിടക്കുന്നുണ്ടോ? വെറും മണ്ണിൽ തറ തന്നെയാണ് പറയില്ല, ആ അവസ്ഥയാണ്. സിംബ എന്തിനാ അവിടെ പോയി കിടക്കണം? ഈ വീടിനുള്ള സ്ഥലം ഉച്ചത്തെ അങ്ങോട്ട് കഴിഞ്ഞ് കൊടുത്തയച്ച് വീണ്ടും ഞാൻ ഇവിടെ വന്ന് സ്റ്റെപ്പിലാണ് ഇരിക്കുന്നത്. അതാരെ നോക്കുക, അസി നിൽക്കുന്നുണ്ടോ? ബർമോടൊക്കെ ഇട്ടിട്ട് ഇരിക്കണേ. ഞാൻ കാലപ്പുറത്തേക്ക് ഇട്ടിക്കുക വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ നോക്കേണ്ടതിന് വേണ്ടു. അങ്ങനെ ഉച്ചത്തെ കഴിഞ്ഞ് ഗൈസ്. ഇനി വൈകുന്നേരത്ത് ചിക്കന്, കോഴിമുട്ട എന്തെങ്കിലും കറി വെച്ചിട്ട് ചപ്പാത്തി. അപ്പം അങ്ങനെ നമ്മൾ ഉസ്താദ്മാരുടെ ഈ 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. ഓക്കെ, രാവിലത്തെയും കഴിഞ്ഞ് ഉച്ചക്കത്തെയും കഴിഞ്ഞ് ഇനി വൈകുന്നേരത്താണ്. അതിനിപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതായത് 5 മണിക്ക് വ്ളോഗ് അപ്ലോഡ് ചെയ്യാമല്ലോ പറഞ്ഞിട്ടാണ്.
അപ്പോൾ നമ്മളെ കുഞ്ഞ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ സ്വന്തമായിട്ട് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് ചിലപ്പം ഇങ്ങനെ ഇളകലും അങ്ങനെ ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സാരമില്ല, എല്ലാം ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ കുഞ്ഞ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.